ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു വ്യക്തിയും ഒരേ സമയത്ത് യഥാർത്ഥത്തിൽ രണ്ട് ലോകത്താണ് ജീവിക്കുന്നത്. ഒന്ന് നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്ന നമ്മുടേതായിട്ടുള്ളൊരു ലോകമുണ്ട്. മറ്റൊന്ന് യാഥാർത്ഥ്യമായ ലോകം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ളൊരു ജീവിത രീതി ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഓരോ കാലഘട്ടത്തിലും ഒരു വ്യക്തി പ്രാധാന്യം കൊടുക്കുന്ന പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പ്രായം കൂടുന്തോറും വികാര വിചാരങ്ങളിൽ ഒരു മച്യൂരിറ്റി ഉണ്ടാകാറുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഇതിനകത്ത് ചില പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഏത് പ്രായമാണെങ്കിലും ആ കാലഘട്ടത്തെ കളർഫുള്ളാക്കുന്ന അല്ലെങ്കിൽ റിലാക്സ് ആക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ മറുവശത്ത് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ജീവിതം കളർഫുള്ളാക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. തന്നെയല്ല, ആ സമയത്തെ മൈൻഡ് സെറ്റപ്പിന് അതിൻ്റേതായിട്ടുള്ളൊരു മച്യൂരിറ്റി ഉണ്ട്. അതുപോലെ ഫിസിക്കലി ആണെങ്കിലും പുരുഷന്മാർക്ക് ആകർഷണം തോന്നുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അതുപോലെ ഏതൊരു വ്യക്തിയാണെങ്കിലും ഈ ഒരു കാര്യം നന്നായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങൾ വേണം. ഏറ്റവും പ്രധാനം ആരോഗ്യമുള്ളൊരു ശരീരം വേണം, സന്തോഷമുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. അതുപോലെ തന്നെ പ്രധാനമാണ് ഫിസിക്കലി മെൻ്റലി ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഫ്രീഡം. മാനസികമായിട്ടുള്ളൊരു ഫ്രീഡം ഇല്ലെങ്കിൽ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസികളൊന്നും മനസ്സിനകത്ത് വരത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നിച്ചു വരാനുള്ളൊരു ടെൻഡൻസി ഈ പ്രായത്തിൽ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു മെനപ്പോസിന് ശേഷം കുറച്ച് ഹോർമോണൽ വേരിയേഷൻസൊക്കെ ഉണ്ടാകാമെങ്കിലും ഇവിടെ മനസ്സിൻ്റെ നിലപാടാണ് ഏറ്റവും പ്രധാനം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ചിന്തകളും ഹോർമോണുകളുമാണ്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇതിനോടുള്ള ആഗ്രഹം കുറച്ച് കൂടുതലാണ്. കാരണം അവർക്ക് എന്താണ് വേണ്ടതെന്നും ഏത് രീതിയിലാണ് വേണ്ടതെന്നും വളരെ വ്യക്തമായിട്ടറിയാം. ചിലരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരെ ആശ്രയിക്കുന്നത് പങ്കാളിയായിരിക്കും. എന്നാൽ എല്ലാവർക്കും അങ്ങനെയുള്ളൊരു ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സ്വയം ചെയ്യുന്ന ധാരാളം സ്ത്രീകളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു കാര്യം ശരീരം ശക്തമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ചില സമയങ്ങളുണ്ട്. അപ്പോൾ ഈ സമയത്തുണ്ടാകുന്ന ആ ഒരു ലിബിഡോയെ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ, പിരിമുറുക്കമൊക്കെ തന്നെ ഫിസിക്കലി മെൻ്റലി തോന്നാം. അപ്പോൾ ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ഒരു വ്യക്തിക്ക് അറിയാമെങ്കിൽ അവർ പൂർണ്ണ സന്തോഷത്തിലായിരിക്കും. ഇപ്പം സ്വയമാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ ചില രീതികൾ കാണും. ചിലരെ സംബന്ധിച്ച് പങ്കാളിയിൽ നിന്നും കുറച്ച് ഹാർഡായിട്ടുള്ള സ്ട്രോക്കുകൾ വേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ചില രീതികളൊരു ഹാബിറ്റാണ്. അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഡൊപ്പാമൈൻ ഹോർമോൺ ബ്രെയിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. വാഗൊണ്ട് ചെയ്യിപ്പിക്കുന്നവരെ സംബന്ധിച്ച് വീണ്ടും അത് ആഗ്രഹിക്കാൻ കാരണം ഇതാണ്. ഈ പ്രായത്തിലും ശക്തമായിട്ടുള്ള പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് ഇവരോടുള്ള ആകർഷണം കുറച്ച് വ്യത്യസ്തമാണ്. ചിലരെ സംബന്ധിച്ച് പ്രണയം മുഴുവൻ ജീവിത പങ്കാളിയോടായിരിക്കും. എന്നാൽ ചിലരുടെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. അവർ മറ്റാരെയോ ആരാധിക്കുന്നുണ്ട്. കുറേ നാളിന് മുമ്പ് കുടുംബപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, മെൻ്റൽ സ്ട്രെയിൻ ഒക്കെ കൂടുതലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നന്നായിട്ടറിയാം. അതുപോലെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം അവരെടുക്കുവാണെങ്കിൽ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പോൾ ഈ പ്രായത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു സെക്സ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നേരത്തെ തുടങ്ങണം. എന്നുവെച്ചാൽ കുറേ കാര്യത്തിനകത്തേക്ക് ഒരു മെൻ്റൽ ഫ്രീഡം വേണം, ഫിനാൻഷ്യൽ ഫ്രീഡവും വേണം. അതുപോലെ പങ്കാളിയായിട്ട് ഏത് രീതിയിലുള്ളൊരു ബന്ധമാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത്, അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്നുവെച്ചാൽ സ്വന്തം പേഴ്സണാലിറ്റിയെയും വികാര വിചാരങ്ങളെയൊക്കെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ചില വ്യക്തികളുമായിട്ട് സൗഹൃദം കൂടുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള വ്യക്തിയാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കൊരു കാര്യം ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പങ്കാളിയോടാണെങ്കിലും ആരോടാണെങ്കിലും അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. തന്നെയല്ല, അവരുടെ മാനസികമായിട്ടുള്ളൊരവസ്ഥയുണ്ടല്ലോ, സാഹചര്യം, അതിനിവിടെ വളരെയേറെ പ്രാധാന്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ സുഖത്തിന് വേണ്ടി ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് പിന്നീട് നമുക്ക് തന്നെ ഒരു ടെൻഷന് കാരണമായിട്ട് മാറരുത്. ഇതിനെല്ലാം കാരണമാകുന്നത് നമ്മുടെ മനസ്സാണ്. അത് ടോട്ടലി ഫ്രീ ആണെങ്കിൽ മാത്രമേ ഏത് കാര്യവും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ഡേ. ബൈ.